മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് കമലേശ്വരത്തോട്ട് വരികയാണ് മഹാലക്ഷ്മിയും കണ്ണനും. അങ്ങനെ മഞ്ജുവിനെ കാണുന്നതും വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ദുർഗയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണ്. ദുർഗയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒരാൾ കൂടി ഉണ്ടാകും, അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. പഴയ പോലെ തന്നെ ഇവളുടെ കുഞ്ഞിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ക്രിമിനൽ മൈൻഡുള്ളവരെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ദുർഗ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കരുണയോടായിട്ട് മഹി പറയുന്നുണ്ട്, നീ ഇവിടെ എത്തിയോ, അങ്ങനെയെങ്കിൽ ഇനി മഞ്ജുവിൻ്റെ കാര്യം നീ വേണം നോക്കാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും കരുണയോടായിട്ട് പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നിനക്കെന്താണ് അത് പറഞ്ഞപ്പോഴേക്കും ഒരു ദേഷ്യം എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അത് നല്ല കാര്യങ്ങളൊന്നുമല്ലല്ലോ പറഞ്ഞത്, അതുകൊണ്ടാണ് മുഖം ചുമന്നിരിക്കുന്നതെന്നെല്ലാം പറയുന്നു. സാഗറിന് നല്ല ഭയമുണ്ടെന്ന് മഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും അതുപോലെ അവളെ കൊണ്ടുവന്ന പോലെ തിരിച്ചു കൊണ്ടുവിടണമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അവളെ ഒന്നും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് തന്നെ കണ്ണനോടായിട്ട് പറയുകയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട്. ഇത് കേൾക്കുന്ന കരുണയ്ക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ദുർഗ കരുണയോടായിട്ട് പറയുന്നുണ്ട്, ഇതെന്താ മോളെ ഈ കാണുന്നത്, ഇവിടെ അംഗങ്ങളെല്ലാം കൂടി വരികയാണെന്നും മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നെല്ലാം പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം അമ്മ എന്നെല്ലാം പറയുന്നുണ്ട്. സഹിക്കാവുന്നതിൻ്റെ അപ്പുറവും ഞാൻ സഹിച്ചു കഴിഞ്ഞു, ഇനി എനിക്കൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല, ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് അതാണെന്നെല്ലാം കരുണ പറയുമ്പോൾ ഇനി മഞ്ജുവിൻ്റെ കുഞ്ഞെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത് ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. ഇത് കണ്ട് ദുർഗയാണെങ്കിൽ ആകെ വല്ലാത്തൊരു സങ്കടത്തിൽ തന്നെ നിൽക്കുന്നു. പ്രതാപനും മുത്തശ്ശിയും എല്ലാം എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകാനായിട്ട് റെഡിയായി ഒരുങ്ങുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നേർന്നിട്ടുള്ള ഒരു നേർച്ചയും ചെയ്യാനായിട്ട് സാധിച്ചില്ല, അതൊന്നും നമുക്ക് ഫലിക്കാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാനൊത്തില്ല, ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എല്ലാ അമ്പലങ്ങളിലും പോയി എല്ലാ വഴിപാടുകളും നടത്തണമെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് അങ്ങോട്ട് വരികയാണ് മോഹിനി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞങ്ങളാണെങ്കിൽ തീർത്ഥാടനത്തിന് പോവുകയാണ്, നാളെ വരുമെന്നെല്ലാം പറയുന്നത് കേട്ട്, നിങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്നതെല്ലാം കൊള്ളാം, നിങ്ങളുടെ മനസ്സ് അവിടെയെങ്കിലും പോയി ഒന്ന് ശുദ്ധിയാക്കി കൊണ്ടുപോയെന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് പ്രതാപനും മുത്തശ്ശിക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ ഉപദേശമൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും പറയുന്നു. നീ പ്രാർത്ഥിച്ച് നിൻ്റെ മരുമകനെ നടത്തിയില്ലേ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോഴേക്കും ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ മകനാണല്ലോ ഇതെല്ലാം വരുത്തി വെച്ചതെന്നെല്ലാം മോഹിനി പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിക്കും. നിൻ്റെ മകൾ ഒരു നല്ല രീതിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല എന്നെല്ലാം പ്രാഗിക്കൊണ്ട് തന്നെ മുത്തശ്ശിയും പ്രതാപനും അവിടെ നിന്നും പോകുന്നു. ഇത് കേൾക്കുമ്പോഴേക്കും മോഹിനി ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അനന്തുവിനോടായിട്ട് ലേഖ പറയുന്നുണ്ട്, 2 പെൺകുട്ടികളാണ് അവിടെ ഗർഭിണികളായിട്ടുള്ളത്, അവിടെയൊന്നും നിൽക്കാൻ അത്ര സേഫുള്ള സ്ഥലമല്ല, പോരാത്തതിനും സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയും പിന്നീട് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു കരുണയും ഉണ്ട് അവിടെ, അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല, എത്രയും പെട്ടെന്ന് മഹിയെയും മഞ്ജുവിനെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് താനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക ലേഖയെ, തനിക്ക് എന്തിനാണ് ഇത്ര വലിയ ടെൻഷൻ, അവിടെ കണ്ണനല്ലേ ഉള്ളത്, കണ്ണൻ എന്തെങ്കിലും ഒന്ന് കാണാതെ അവരെ അങ്ങോട്ട് കൊണ്ടുപോകില്ലല്ലോ എന്നെല്ലാം അനന്ത് പറയുന്നത് കേട്ട് ലേഖയ്ക്കാണെങ്കിൽ ടെൻഷൻ ഒഴിയാതെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ തന്നെ നിൽക്കുകയാണ് കരുണ. അതേസമയം അങ്ങോട്ടേക്ക് കരുണയെ വിളിക്കാനായിട്ട് മഹാലക്ഷ്മി എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് ഇവിടെ തന്നെ നിൽക്കുന്നത്, ഇന്ന് രാവിലത്തെ മുഴുവൻ കാര്യങ്ങളെല്ലാം നീതാണ് നോക്കേണ്ടത്, പോരാത്തതിന് ഇവിടെ മഞ്ജുവും വന്നിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ജുവിൻ്റെ കാര്യങ്ങളും നീ തന്നെ ചെയ്യണമെന്നെല്ലാം പറയുമ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ പറയുന്നുണ്ട്, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറവും സഹിച്ചു കഴിഞ്ഞു, ഇനി എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ മുന്നിൽ പൊട്ടിത്തെറിക്കുകയാണ്. നിനക്കിവിടെ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അനുസരിക്കണം, ഇതെല്ലാം കണ്ണേട്ടൻ്റെ ഒരു ഓർഡറാണെന്നും ഉള്ള കാര്യവും മഹാലക്ഷ്മി ആണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് ഇതൊന്നും കേട്ടു നിൽക്കാനായിട്ട് സാധിച്ചില്ല. കരുണ വീണ്ടും മഹാലക്ഷ്മിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വായെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഗോവണിപ്പടി ഇറങ്ങിപ്പോകുന്ന മഹാലക്ഷ്മിയെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ തുറിച്ചു നോക്കിയാണ് കരുണ. എന്നിട്ട് താൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ കരുണ പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയുടെ പിറകിൽ കൂടെ ചെന്ന് മഹാലക്ഷ്മി ഉന്തി താഴെ ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന മഞ്ജു ആണെങ്കിൽ ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ഒച്ചയ്ക്ക് കരയുമ്പോഴേക്കും മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കുന്നതും കരുണ മഹാലക്ഷ്മിയെ ഉന്തി താഴെ ഇടുന്നതും ഒപ്പമായിരിക്കും. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ താഴെ വന്ന് വീണുന്നത് വളരെ ആശ്വാസത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കരുണ. കരുണയുടെ ഈ ക്രൂരത അറിയുന്ന കണ്ണനാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിന്നു പോവുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ കമലേശ്വരത്തോട്ട് ഓടിയെത്തുകയാണ് കണ്ണൻ. അങ്ങനെ കണ്ണനാണെങ്കിൽ ഇനി കരുണയ്ക്ക് വിധിക്കാനിരിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളതെല്ലാം അടുത്ത എപ്പിസോഡുകളിലാണ് നമുക്കറിയാൻ കഴിയുക.
അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.